അതിഥി ഐശ്വര്യ രാധാലക്ഷ്മിയാണ്. നമസ്കാരം. അതിൽ ആരായി ഐശ്വര്യ രാധാലക്ഷ്മി? എന്താ ഞാൻ ആരാന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യനാണ്. നീ ഇപ്പൊ മലയാളി സമൂഹത്തിന് മുന്നിൽ ഐശ്വര്യ രാധാലക്ഷ്മിയുടെ സ്ഥാനം എന്താണെന്ന് അറിയോ? ആക്ടിവിസ്റ്റ്, ഫെമിനിറ്റി ആൻഡ് ക്രൂരയായ സ്ത്രീയാണ്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഈ ബാധിക്കപ്പെടുന്ന സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഐശ്വര്യ ശബ്ദം ഉയർത്തൂ. ബാധിക്കപ്പെടുന്ന പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളതുള്ളൂ. ശശിയെ എന്നാണ് ഈ പറയുന്നത്? പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു സ്പേസ് ആണ്. ആ ജെൻഡർ, അതിന്റെ വ്യത്യാസങ്ങൾ, അതിന്റെ ഇമോഷണൽ സ്പേസ്. എടോ, എന്റെ ശരീരം എനിക്കറിയാം. താങ്കളുടെ മകളെ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഞാനൊരു സ്ത്രീയുടെ കൂടി ഇരിക്കുമ്പോൾ അവർ പറയുകയാണ്, അയ്യോ എനിക്ക് നടുവിന് വേദന എടുക്കുന്നു പറയുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്പേസുകളും ഉണ്ടാവും. അവരോട് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ എന്താ ഡെലിവറിക്ക് ശേഷമാണോ അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയമാണോ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ ആക്ച്വലി സംഭവം തന്നെ ബട്ട് കൊളോക്കിയലി കൊളവാക്കണ്ട. അതായത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ചാനലാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു സ്പേസ്. അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു സ്ത്രീക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പ്രഗ്നൻസി. അതായത് അവിഹിതത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അവിഹിതത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അവിഹിതത്തിന് അറിയത്തില്ല. ഞാൻ അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. എന്നിട്ടാണോ അത് പറഞ്ഞപ്പോൾ താങ്കളോട് ചൂടായി? അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഇത് അവിഹിതമായിരുന്നോ? ഒരു അവിഹിതമായിരുന്നോ? എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്താണ് അതാണ് എനിക്ക് അറിയത്തില്ലല്ലോ. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നത്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ കയറി പിടിക്കും. എന്നെ കയറി പിടിച്ചിട്ട് നീ അവിഹിതം, അതുകൊണ്ട് ഞാൻ നിന്നെ പിടിക്കാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കൈ കിട്ടുന്നിടത്ത് ഞാൻ തറയ്ക്കും. അതിനകത്ത് ഒരു സംശയമില്ല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? ഞാൻ മറ്റേ ചേട്ടന്മാർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പത്രം ഫ്രണ്ടിൽ വെച്ചിട്ട് ജട്ടിയിടാതെ പബ്ലിക് സ്പേസിൽ മാവേലിക്കര്. എന്നിട്ട് കാണില്ല. എടോ, ഡെയിലി ഇതാണോ? ഡെയിലി ഇയാൾ ഒരേ പത്രം വായിച്ചോണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും പോയി നോക്കുന്നത്. ഒരു പ്രൊഫഷണൽ സ്പേസിൽ തന്റെ പവർ ഉപയോഗിച്ച് താൻ ഒരാളെ വശീകരിക്കുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും താൻ ഓഫർ ചെയ്ത് താൻ കിടക്കാൻ പറയുന്നതും തെറ്റാണെന്ന് ഞാൻ തെറ്റാണ്. അത് ഞാൻ പറയുന്നു. വീടെടുത്ത് കന്നുരുളണ്ട. അത്രേ പറയുന്നുള്ളൂ. അതേ ഞാൻ അവള് ചെയ്തത് തെറ്റല്ലാന്ന്. ആ സമയത്ത് അവർക്ക് അത് തെറ്റാന്ന് തിരിച്ചറിയാനുള്ള സ്പേസ് പോലും ഇല്ലാന്ന് അവിടെ. ആ വൾണറബിലിറ്റി അങ്ങനെ തന്നെയാണ് കണ്ടത്. ഞാൻ സിനിമ പഠിച്ച ഒരാളാണ്. എന്റെ അടുക്കല് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള കുറെ ആൾക്കാർ എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരെന്റെ ബ്രെയിനിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ നറേറ്റ് ചെയ്ത എല്ലാ സിനിമ സ്റ്റോറികളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കഥ എന്നോട് വെറുതെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തിരുന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത്രയും സ്പേസ് ഉണ്ട് എനിക്ക്. ഞാൻ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ സമൂഹത്തിൽ ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടുന്ന ശരീരം, പുരുഷന്റെ ബ്രസ്റ്റിനെ ആരും മറ്റേ ഇങ്ങനെ കാണിക്കാറില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ ഊഹിക്കുന്നുടാ പട്ടി.